ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു ഹൈലി റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ സീറത്തിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യേണ്ടത്, പിന്നെന്താ എങ്ങനെ തിരഞ്ഞെടുക്കേണ്ടത്. സപ്പോസ് ഇത് വലിയ വീഡിയോ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ ബ്രേക്ക് ചെയ്ത് അടുത്തത് കണ്ടിന്യൂ പോലെ ഇടാം കേട്ടോ. അപ്പോൾ മൊത്തം ഒരു ഹെയർ സീറത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിറയെ ഡൗട്ട്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ശരിയെന്നാൽ അതൊരു വീഡിയോ ആയിട്ട് എടുത്തിടാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഹെയർ സീറം എന്ന് പറയുന്നത് നമ്മൾ സ്കിൻ സീറം ഒക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ സ്കിന്നിനെ ഒന്നും കൂടെ ഒന്ന് കൂടുതൽ ഗുണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കിൻ സീറം യൂസ് ചെയ്യുന്നത്. സോ അതേപോലെ തന്നെയാണ് നമ്മൾ ഹെയർ സീറം യൂസ് ചെയ്യുന്നത്. മുടിക്കൊരു ഷൈൻ കിട്ടാനും പിന്നെ ഫ്രിസി ആയിട്ടിരിക്കുന്ന മുടി ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ ഈ ഹെയർ സീറം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആക്റ്റീവായിട്ടുള്ള കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതൊക്കെ നമ്മുടെ മുടിയിലോട്ട് നന്നായിട്ട് ഉള്ളിൽ പോകും, എന്നിട്ട് അതിനൊരു ഗ്ലോ കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഷൈൻ കൊടുക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ യൂസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്തുള്ള പൊല്യൂഷനിൽ നിന്നും നമ്മുടെ ഹെയറിനെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കും. സോ ഇത് ഹെയറിൻ്റെ മുകളിൽ കൂടെ ഒരു ലെയർ കൊടുക്കുകയാണ്. സോ പുറത്തുള്ള ഡസ്റ്റും ഒക്കെ വന്ന് നമ്മുടെ ഹെയറിലോട്ട് ഡയറക്റ്റ് ആയിട്ട് അടിക്കില്ല. അങ്ങനെ നമ്മുടെ ഹെയർ ഫ്രിസി ആവില്ല. ഹെയർ സ്റ്റൈൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹീറ്റൊക്കെ നമ്മൾ ഒത്തിരി യൂസ് ചെയ്യും. സോ അതിനും നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹെയർ സീറം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹെയർ സീറത്തിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് പിന്നെ ഉണ്ട് കുറേ യൂസസ്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുടി നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും, ഫ്രിസി ആയിട്ടുള്ള ഹെയറിനെ ഒന്ന് ഒതുങ്ങി കിടക്കും, ഒരു ഷൈൻ കൊടുക്കും, പിന്നെ പ്രൊട്ടക്ട് ചെയ്യും നമ്മുടെ പുറത്തുള്ള പൊല്യൂഷനിൽ നിന്ന്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഡീടാങ്കിൾ ചെയ്യാൻ, അതായത് ജട പിടിച്ച മുടിയൊക്കെ ഒന്ന് വിട്ട് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹെയർ സീറം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒത്തിരി പ്രോപ്പർട്ടീസ് ഉണ്ട്, നല്ല ഗുണങ്ങളുണ്ട്, അതേപോലെ തന്നെ ചീത്തയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? അതായത് നമ്മൾ കുളിച്ചതിന് ശേഷം, ഇല്ലെങ്കിൽ മുടി ഇപ്പം നമ്മൾ പുറത്ത് എവിടേക്കെങ്കിലും പോവാണ്, അപ്പോൾ ഓൾറെഡി നമ്മൾ ഇന്നലെ ഷാമ്പു ചെയ്തു, പിന്നാണ് നമ്മൾ പുറത്ത് പോകുന്നതെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളൊരു ഒരു സ്പ്രേ ബോട്ടിൽ എടുത്ത് അതിൻ്റെ അകത്ത് വെറും വെള്ളം നിറച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹെയറിലൊന്ന് വെറ്റ് ചെയ്യുക, എന്നിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ. അതേപോലെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ റൂട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാനേ പാടില്ല. നമ്മുടെ ഹെയറിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഈ റൂട്ടിൽ നിന്ന് താഴത്തോട്ട് ഇത്രയും ഭാഗം വിട്ടിട്ട് ഇവിടുന്ന് ശേഷമുള്ളത് മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി നമുക്ക് അപ്ലൈ ചെയ്യാമോ എന്ന്. ഡെയിലി നമുക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓയിൽ ബേസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. സോ നമ്മുടെ മുടി ഒത്തിരി സ്റ്റിക്കി ആവുന്ന സമയത്ത് എന്താവും, ഇങ്ങനെ ഡെയിലി, അതായത് ഇത് വാഷ് ചെയ്ത് കളയാതെ ഇപ്പോൾ ഇന്ന് നമ്മൾ അപ്ലൈ ചെയ്തു, നാളെ വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്യും, മറ്റന്നാൾ വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി അപ്ലൈ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഓയിൽ ബേസ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഡസ്റ്റും ഒക്കെ ഒത്തിരി ഇതിൽ പറ്റിപ്പിടിക്കാനും ഉള്ള ചാൻസസ് ജാസ്തിയാണ്. അതേപോലെ തന്നെ നമ്മുടെ മുടി ഭയങ്കര സ്റ്റിക്കി ആവാനും തുടങ്ങും. ഓക്കെ, ഡെയിലി ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് നമ്മുടെ മുടിക്ക് ഒത്തിരി ഡാമേജ് ആണ് ഉണ്ടാക്കുന്നത്, ഒത്തിരി സ്റ്റിക്കി ആയിട്ടുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ നമ്മൾ കിടക്കുമ്പോഴും പിന്നെ വേർക്കുമ്പോഴൊക്കെ മേ ബി മുടി കെട്ടുമ്പോഴൊക്കെ മുകളിലോട്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ സ്കാൽപ്പിൽ ഡാൻഡ്രഫ് വരാനും ഒക്കെ ചാൻസസ് ഉണ്ട് കേട്ടോ. പിന്നെ അത് ഒത്തിരി തേക്കുന്നതുകൊണ്ട്, അപ്പോൾ ഇതെല്ലാം കെമിക്കലാണ് അല്ലേ, കുറച്ച് മാത്രമേ ഉള്ളൂ നമ്മുടെ നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ്, കുറച്ച് ഓയിൽസും മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി ഇത് കേടുവരാതിരിക്കാനും അങ്ങനെ കുറേ പ്രിസർവേറ്റീവ്സും അതും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ കെമിക്കൽ തന്നെയാണ്. മാക്സിമം ഒരു ദിവസം, അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് ഇത് കേടാണ്. ഒത്തിരി അഴുക്കെല്ലാം പറ്റിപ്പിടിച്ച് പിന്നെ അത് നമ്മൾ കിടക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ നമ്മുടെ മുഖത്തോട്ട് അത് വരും. അപ്പോൾ അത് നമ്മുടെ ഫേസിലാവുന്ന സമയത്ത് അതും പ്രശ്നമാണ്, പിമ്പിൾസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മുടി എന്താ പറയുക, പൊഴിയാനും തുടങ്ങും. നമ്മുടെ റൂട്ടിലും സ്കാൽപ്പിലൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മുടി ഹെയർ ഫോൾ ഉണ്ടാവാൻ ഉള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, നമ്മളിത് ഒത്തിരി നേരം ഇത് വാഷ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ സ്പ്ലിറ്റൻസ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ മുടി പൊട്ടാനുള്ള ചാൻസസ് ജാസ്തിയാണ്. കാരണം അത് കെമിക്കലാണ്, നമ്മുടെ മുടിയിൽ ഇങ്ങനെ ഒട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. സ്പ്ലിറ്റൻസ് അല്ല, ഇങ്ങനെ മുടി ഇങ്ങനെ പകുതിയിൽ നിന്ന് ഇങ്ങനെ പൊട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇത് ഒത്തിരി നമ്മുടെ റൂട്ടിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഹെയർ ഫോൾ വരും. അതേപോലെ നമ്മുടെ സ്കാൽപ്പിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാൻഡ്രഫ്, കാരണം അഴുക്ക് അതിൽ സ്റ്റിക്ക് ആവുന്നതുകൊണ്ട് ഡാൻഡ്രഫ് വരാനുള്ള ചാൻസസും കൂടുതലാണ്. ഓക്കെ, പിന്നെ അത് എത്ര അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പീ സൈസ്. ഇപ്പോൾ എൻ്റെ മുടിക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ താഴെ മാത്രമല്ല അപ്ലൈ ചെയ്യുന്നുള്ളൂ. സോ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു പട്ടാണിയുടെയൊക്കെ ഒരു വലിപ്പം, അല്ലെങ്കിൽ ഒരു 2 പട്ടാണിയുടെ വലിപ്പം, അത്ര മാത്രം മതി. കാരണം അത് ഒത്തിരി ആകുമ്പോഴത്തേനും സ്റ്റിക്കിനെസ് ഉണ്ട്. അപ്പോൾ അത് വെറ്റ് ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ഡ്രോപ്പ് മാത്രം മതി, ഒരു ഇത്രയും പോകുന്നൊരു ഡ്രോപ്പ് മാത്രം മതി. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ കൂടുതൽ മുടിയുള്ള ആൾക്കാർക്ക് അതിനനുസരിച്ച് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, സോ മാക്സിമം 2 to 3 ഡ്രോപ്സ് മതി. അതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര
ഓയിലി ആയിട്ട് തോന്നും. ഓക്കെ, ഭയങ്കര സ്റ്റിക്കി ആയിട്ട് നമ്മുടെ മുടി ഫീൽ ആവും. ഓക്കെ, എൻ്റെ കയ്യിൽ കുറച്ച് ഹെയർ സീറം ഉണ്ട്. അപ്പം ഞാൻ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ അത് ഒരു ഡൗട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഏത് ഹെയർ സീറമാണ് നല്ലതെന്ന്. അപ്പം ഞാൻ കാണിച്ചു തരാം. എൻ്റെ കയ്യിലുള്ള ഹെയർ സീറം ഒക്കെ ലിവോണിൻ്റെ ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതുണ്ടല്ലോ ലിവോൺ. ഇതിങ്ങനെ ടോട്ടൽ റിപ്പയർ സ്മൂത്തനിങ് ആൻഡ് റിപ്പയറിംഗ് സീറം എന്നാണ്. അൺമാനേജബിൾ ഡാമേജ് ഹെയർ ലിവോൺ ട്രീറ്റ്മെൻ്റ് ആണ് ഇത്. UV ഫിൽറ്ററൊക്കെ ഉള്ളതാണ്. സോ സമ്മറിലൊക്കെ നമ്മുടെ മുടി സൺറൈസിൽ നിന്നൊക്കെ നമ്മുടെ മുടീനെ എന്താ പറയുക, മുടി ഡാമേജ് ആകാതിരിക്കാനും നമ്മൾ ഈ ഹെയർ സിറം യൂസ് ചെയ്യുന്നുണ്ട്. സോ അതുണ്ടെന്നാണ് പറയുന്നത്, ലോറിയലിൻ്റെ. പിന്നെ ഉള്ളത് ക്രാസ്റ്റസ് എന്ന് പറയാം, അങ്ങനെ വായിക്കുക തോന്നുന്നു. ഇങ്ങനൊരു ബോട്ടിലാണ് ഇത്. എനിക്കൊരു ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ പോയ സമയത്ത് അവിടുന്ന് എന്താ പറയുക സലൂണിൽ നിന്ന് എനിക്ക് തന്നതാണ് കേട്ടോ. ഇത് യൂസ് ചെയ്യാൻ ഞാൻ ചോദിച്ചു, ഏത് ഹെയർ സീറമാണ് നല്ലത്. സോ അവിടെ ഏത് ബ്രാൻഡാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല, ഇതും ലോറിയലിൻ്റെ തന്നെ കുറച്ച് പ്രൈസ് ജാസ്തിയുള്ളതാണ്. പിന്നെ അതുപോലെയുള്ളത് ലിവോൺ ഉണ്ട്, സ്ട്രീക്സ് ഉണ്ട്. സ്ട്രീക്സ് ഞാൻ പിന്നെ എവിടേക്കെങ്കിലും ട്രാവൽ ചെയ്യാൻ പോകുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രീക്സ് കുഞ്ഞു ബോട്ടിൽ കിട്ടും. ഇത് വളരെ റേറ്റ് കുറവാണ്, 55 റുപ്പീസ് ഉണ്ട്, 25 ml കേട്ടോ. സോ പിന്നെ ലിവോൺ നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് എല്ലാവർക്കും പണ്ട് മുതലേ ഞാൻ കണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു അഡ്വർടൈസ്മെൻറ്റാണ് ലിവോൺ. സോ അത് ഞാൻ കോളേജ് മുതലേ യൂസ് ചെയ്യാൻ തുടങ്ങി. കോളേജിലും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ അത്ര വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും ഓക്കെ, നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളൊരു പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോറിയലിൻ്റെ ഇത് കുറച്ച് പ്രൈസ് ജാസ്തിയുള്ളതാണ്. സോ അതിൻ്റെതായ ഗുണങ്ങളും നമുക്ക് എടുത്ത് കാണാൻ പറ്റും. പിന്നെ ഉള്ളത് സ്ട്രീക്സ് വലിയ ബോട്ടിൽ. ഇതുപോലെ തന്നെ വേറൊരു സ്ട്രീക്സിൻ്റെ തന്നെ വേറൊരു പേരും കൂടി ഉണ്ട്. ഇതിപ്പോൾ സ്ട്രീക്സ് ഹെയർ സിറം വൈറ്റലൈസ്ഡ് വിത്ത് ആൽമണ്ട് ഓയിൽ, വാൾനട്ട് ഓയിലാണ്. എന്താ പറയുക, പിന്നെ വേറൊരു ബ്ലൂ ബോട്ടിലുള്ള സ്ട്രീക്സും കൂടി ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. ആമസോണിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അത് നിറയെ പേര് റിവ്യൂ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് മണം വെച്ചിട്ടും ഗുണം വെച്ചിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ട്രീക്സ് തന്നെയാണ് കേട്ടോ. മറ്റേ എല്ലാം കമ്പയർ ചെയ്യുന്ന സമയത്തും ഇതും ഓക്കെയാണ്. ഇത് പക്ഷേ ഒരു ഡ്രോപ്പ് ഇട്ടാൽ തന്നെ നല്ല ഭയങ്കര എന്താ പറയുക കുറച്ച് ഓയിലി ആയിട്ട് അപ്പം തോന്നുമെങ്കിലും പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ കാണിച്ചു തരാം. സോ ഇതൊക്കെ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് നമ്മളൊരു പമ്പ് മാത്രം, ഒരു പമ്പ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഇത് തന്നെ ഒരു പീ സൈസ് പോലെയാണ്, ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് അവർ പറഞ്ഞു തന്നിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാനാണ്. അപ്പോൾ കയ്യിൽ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ആ നല്ലൊരു സോഫ്റ്റ്നെസ്സാണ് കയ്യിന് കിട്ടുന്നത്. ഒരു വാസ്ലൈനൊക്കെ തേച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും കയ്യിന് ഒരു കോട്ടിങ് ഉള്ള പോലെ ഉണ്ട് ശരിക്കും. ഭയങ്കര അത് കണ്ടോ, ഒരു ഓയിൽ ബേസാന്ന് ഞാൻ പറഞ്ഞില്ല, നന്നായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കണം. ഓക്കെ, ഇത് കണ്ടില്ലേ, കുറച്ച് അതങ്ങ് മാനേജ് ആക്കും. എന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് മാത്രം നമ്മൾ ഇങ്ങനെ തേക്കാൻ പാടുള്ളൂ. അങ്ങനെ ഡയറക്റ്റായിട്ട് നമ്മൾ റൂട്ടിലോട്ട് തേക്കാൻ പാടില്ല. ഓക്കെ, ഇത് നല്ലൊരു മണമൊക്കെ ഉള്ളൊരു ഇതാണ്. ഞാൻ പമ്പുള്ള കാരണമാണ് ഞാൻ കാണിച്ചു തന്നത്. സോ നമ്മുടെ ഒരു ബ്രൗൺ മുടീനെ എണ്ണ തേക്കുമ്പോൾ എന്താവും, ഒരു കറുപ്പ് കളർ വരില്ല. സോ അങ്ങനെ ഒരു ഫീലും തരും നമ്മുടെ മുടിക്ക്. നല്ലൊരു സ്മെല്ല് ഉണ്ടാവും കേട്ടോ. കാരണം നമ്മൾ കുളിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഈ ഹീറ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുമാതിരി മുടിക്ക് ഒരുമാതിരി സ്മെല്ലായിരിക്കും. സോ അതിൽ നിന്നൊക്കെ നമുക്ക് എന്താ പറയുക രക്ഷപ്പെടാം. ഇങ്ങനത്തെ ഹെയർ സീറം ഒക്കെ നല്ല മണമാണ് എല്ലാത്തിനും. ലോറിയൽ ഇതെന്ന് പറയുന്നത് ഞാൻ പിന്നെ വേണമെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ വേറൊരു വീഡിയോയിൽ പറയാം, അങ്ങനെ ഒത്തിരി ലെങ്തി ആവണ്ടെന്ന് വെച്ചിട്ട്. പിന്നെ ഓരോ മുടിക്കും എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ ഇതിലോട്ട് ഓരോ പ്രോഡക്റ്റിലോട്ട് പോകുന്ന സമയത്തും അത് തിരഞ്ഞെടുക്കേണ്ട രീതിയും ഉണ്ട്. സോ അതൊക്കെ ഞാൻ വേണമെങ്കിൽ ഇന്നൊരു വേറെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് ഓരോ മുടിക്കനുസരിച്ച് വേണം നമ്മൾ ഓരോ ഹെയർ സീറവും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഓരോ പ്രോഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഫുൾ വായിക്കണം. നമ്മുടെ മുടി എങ്ങനത്തെ ടൈപ്പാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഹെയർ സീറം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ചുമ്മാ ഒരു ഹെയർ സീറം നമ്മൾ സെലക്ട് ചെയ്യാൻ പാടില്ല, കുറേ ഉണ്ട് മാർക്കറ്റിൽ. സോ നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അത് എന്തിനെ കൺട്രോൾ ചെയ്യാനുള്ളതാണ് ഈ ഹെയർ സീറം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം നമ്മൾ ഓരോ പ്രോഡക്റ്റ്. നമ്മൾ സ്കിന്നിന് നമ്മൾ എടുക്കുന്ന പോലെ തന്നെ നമ്മുടെ ഹെയറിനും അത്രയും തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ഓരോ ഹെയർ സീറമും നമ്മൾ വാങ്ങിക്കണം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നത് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ.